സ്നേഹമുള്ളവരെ, കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പരസ്യം കാണുവാനായിട്ട് ഇടയായി. അതൊരു പശയുടെ പരസ്യമായിരുന്നു. 2 ആനകൾ 2 വശത്തു നിന്നും ഒട്ടിച്ചു വെച്ച, പരസ്പരം ചേർത്ത് വെച്ച ഒരു വസ്തുവിനെ വേർതിരിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അവർക്ക് അത് സാധിക്കുന്നില്ല. നമുക്കറിയാം, ആനകൾ അതിശക്തരായിട്ടുള്ള മൃഗങ്ങളാണ്. എന്നാൽ ഈ പശ ഈ ആനകളുടെ ശക്തിയെ അതിജീവിക്കുന്നു. ബന്ധങ്ങളെ ദൃഢമായിട്ട് നിർത്തുന്നത്, അല്ലെങ്കിൽ ഒന്നിനും ഈ ബന്ധത്തെ വേർതിരിക്കാനാകില്ല. അതായിരുന്നു ആ പരസ്യം നൽകുന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ വളരെ പ്രസിദ്ധമായിട്ട് മാറുകയും ചെയ്തു. ഒന്നിനും വേർതിരിക്കാനാകാത്ത ബന്ധം. ഈ ഒരു ബന്ധമാണ് നമ്മൾ ഇന്ന് സഭ ആഘോഷിക്കുന്നത്. അത് ഒരു പശയുടെ കാര്യമല്ല, മറിച്ച് ത്രിയേക ദൈവത്തിൻ്റെ തിരുനാളിൻ്റെ ആഘോഷം. എന്തായിരുന്നു ദൈവത്തെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത ആ ഘടകം? എന്തായിരുന്നു അവരുടെ ആ ബന്ധത്തിൻ്റെ രഹസ്യം? അത് സ്നേഹം മാത്രമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ സ്നേഹത്തിൽ വേർപിരിക്കാനാകാത്ത രീതിയിൽ ഒന്നായിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ സ്നേഹത്തിലാണ് ഈ ദൈവം, ത്രിയേക ദൈവം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പം മുതൽ പറയുന്നത്, ദൈവം സ്നേഹമാവുന്നു. ഈ ദൈവിക ബന്ധം അതൊരു രഹസ്യമാണ്. അങ്ങനെയാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. രഹസ്യങ്ങൾ നമുക്കറിയാം. നമ്മിൽ ഇങ്ങനെ കാര്യങ്ങൾ അറിയുവാനായിട്ടുള്ള ഒരു അഭിവാഞ്ച ഉണ്ടാക്കാറുണ്ട്. അത് നമ്മിൽ ചോദ്യങ്ങൾ ഉണർത്താറുണ്ട്. പലപ്പോഴും അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ നമുക്ക് ലഭിക്കാറില്ല. എങ്കിലും അതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയുവാനായിട്ടുള്ള ഒരു ത്വര നമുക്കുണ്ട്. പല മനുഷ്യരും അതിൻ്റെ പുറകെ, ഈ ദൈവിക രഹസ്യത്തിൻ്റെ പുറകെ പോയവരാണ്. പക്ഷേ അവർക്കാർക്കും അത് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ച് തരുവാനായിട്ട് സാധിച്ചിട്ടുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ രഹസ്യത്തിൻ്റെ പുറകെ പോയിട്ട് സമയവും ആരോഗ്യവും കളയാതിരിക്കുക. കാരണം യഥാർത്ഥ രഹസ്യം, അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അത് സ്നേഹമാണ്. ഈ സ്നേഹത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ദൈവം മനുഷ്യനായത്. ഈ സ്നേഹത്തിലാണ് ദൈവത്തിലെ 3 വ്യക്തികൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത്. അതെ, സ്നേഹമാണ് ഏറ്റവും പരമമായിട്ടുള്ള രഹസ്യം. ഈ സ്നേഹം, ഈ ദൈവിക സ്നേഹം, അത് നമ്മെ പല കാര്യങ്ങളും ഓർപ്പിക്കുന്നുണ്ട്. സർവശക്തനായ ദൈവത്തിന് ഈ സ്നേഹത്തിൽ ഒന്നാകുവാനായിട്ട് ഒരു പ്രശ്നവുമില്ല. എന്നാലും മനുഷ്യരായിട്ടുള്ള നമ്മളാകട്ടെ പല കാര്യങ്ങളെ പ്രതി കലഹിക്കുകയാണ്. നമുക്ക് സ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അത് സത്യത്തിൽ ഒരു വൈരുദ്ധ്യം തന്നെയാണ്. നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വഴക്കടിക്കുന്നത്. ഇന്ന് ലോകത്തിൽ കാണുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനവും ഇതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹം, ത്രിയേക ദൈവത്തിലെ സ്നേഹം നമ്മെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഈ സ്നേഹം വളർത്തുവാനായിട്ട്, നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് ഈ സ്നേഹം നൽകുവാനായിട്ട്, സഭയിൽ ഈ സ്നേഹം വളർത്തുവാനായിട്ട് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. ഐക്യത്തിലാകുവാൻ, മാനുഷിക മൂല്യങ്ങളിൽ വളരുവാനായിട്ട്, ബന്ധങ്ങൾ സ്നേഹത്താൽ ഉറപ്പിക്കുവാനായിട്ട് ഈ ത്രിയേക ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതേ സ്നേഹമുള്ളവരെ, ഈ ത്രിയേക ദൈവത്തിൻ്റെ ചിന്ത നമ്മുടെ ലോകത്തിന് ഐക്യത്തിനും സമാധാനത്തിനുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതിന് നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനം നൽകണം. മനുഷ്യരെ അകറ്റുന്ന, മനുഷ്യരെ വിഭജിക്കുന്ന, വഴക്കടിപ്പിക്കുന്ന ചിന്തകൾക്കും പ്രസ്ഥാനങ്ങൾക്കും സ്ഥാനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഒന്നിപ്പിക്കുന്ന ശക്തമായിട്ടുള്ള സ്നേഹത്തിൽ
വളരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ചുറ്റുപാടും വളർത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കാരണം സ്നേഹം മാത്രമാണ് നമ്മെ ഒന്നിപ്പിക്കുന്നത്. എത്ര വൈരുദ്ധ്യമുണ്ടെങ്കിലും വ്യത്യാസമുണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവിടെ ഐക്യമുണ്ട്. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്ക് ഈ സ്നേഹത്തിൽ, ഈ ഐക്യത്തിൽ ഉറച്ച ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കാം. അതിന് സ്നേഹം തന്നെയായ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.